subscribe to my channel. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിസ്മി. ഞാനിവിടെ UK NHS നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് CGFNS ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ. ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് UK നിന്നും അയർലൻഡിൽ നിന്നും ഒക്കെ നമ്മൾ നഴ്സുമാർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഈസി മെത്തേഡ്, ട്രാൻസ് ടാസ്മാനിയൻ പാത്വേ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമ്മളോടക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് ഇതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ഇടുവാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തപ്പോൾ ഞാനും യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് അത് മീൻസ് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും കിട്ടാൻ എനിക്കും പാടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ എൻ്റെ സൈഡ് ഓഫ് എൻ്റെ പെർസ്പെക്റ്റീവ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഗൂഗിൾ ക്രോം സൈറ്റിൽ CGFNS ന്യൂസിലാൻഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ സർവീസസ് ഫോർ ദ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് CGFNS എന്നുള്ള ഒരു ഇത് കാണാൻ പറ്റും. അപ്പോൾ CGFNS എന്നല്ലാതെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ കുറേ സൈറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ട് കാണിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് CGFNS ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഈ സൈറ്റാണ്. അപ്പോൾ വൺസ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും CGFNS ന്യൂസിലാൻഡിൻ്റെ സൈറ്റ് ഓപ്പൺ ആവും. അതിൽ നിന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് പോകുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ബിഗിൻ ആപ്ലിക്കേഷൻ്റെ ജസ്റ്റ് താഴെയായിട്ട് തന്നെ നമുക്ക് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. നമുക്കിതിൽ വേണ്ടത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്, എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി, എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി, ലൈസൻസ് വാലിഡേഷൻ, അത് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. അതിന് താഴെ തന്നെ നമുക്ക് ഒരു ഹാൻഡ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് ആ സൈറ്റിൽ നിന്ന് കിട്ടാവോ അതെല്ലാം ആ ഹാൻഡ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫീസ് വരുന്നത് $300 ആണ്. അപ്പോൾ ഈ CGFNS ഒരു US കമ്പനി ആയതുകൊണ്ട് നമ്മൾ CGFNSൻ്റെ എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നത് $. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ തന്നെ നമുക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് തോന്നാവോ അതിന് ഒരുവിധം എല്ലാത്തിനുള്ള ആൻസർ അവിടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഹൗ ക്യാൻ ബി ഹെൽപ്പ് എന്നുള്ളതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ആണോ നമുക്ക് ഒരു ആൻസർ കിട്ടേണ്ടത് അത് അവർ അപ്പോൾ തന്നെ പ്രോംപ്റ്റായിട്ടൊരു ആൻസർ നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നിലത്തേക്കും പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ആണ്. സോ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നോട്ടറൈസ് ചെയ്തിട്ടുള്ള പാസ്പോർട്ട് കോപ്പിയാണ്. പാസ്പോർട്ട് കോപ്പി അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവേഴ്സ് ലൈസൻസോ അല്ലെങ്കിൽ നമ്മുടെ BRP ഗവൺമെൻറ് IDs ഏത് വേണമെങ്കിലും നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതാണോ അവൈലബിൾ ഉള്ളത് അത് നിർബന്ധമായിട്ടും നോട്ടറൈസ് ചെയ്തതായിരിക്കണം ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിഷ്യൽ തൊട്ട് ഇപ്പോൾ വരെയുള്ള എല്ലാ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 12 months 1800 hours ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് നമുക്കുണ്ടായിരിക്കണം. അതും നമ്മുടെ രജിസ്ട്രേഷന് ശേഷം, അതായത് നമ്മളിപ്പോൾ UK വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ സ്റ്റാർട്ട് ഡേറ്റ് വേറെയും നമുക്ക് പിന്ന് കിട്ടുന്ന ഡേറ്റ് ആണ് നമ്മുടെ RN ആയ ഡേറ്റ്. ആ പിന്ന് കിട്ടിയ ഡേറ്റ് മുതലുള്ള 1800 hours ആണ് ഇവർ നോക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്തവർക്കാണെങ്കിൽ നമുക്ക് ഈ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ലൈൻ മാനേജറിനെ കൊണ്ട് എൻട്രി ചെയ്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം ഇപ്പോൾ അതിനൊരു ഈസി മെത്തേഡ് CGFNS കൊടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും അവരത് ചേഞ്ച് ചെയ്തത്. ഇപ്പോൾ നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ കൊടുത്തിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതിനകത്ത് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്കൊരു സെറ്റ് ഓഫ് പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് കളർ പ്രിൻറ്റിൽ എടുത്തിട്ട് അത് നമ്മുടെ ലൈൻ മാനേജർ ഫില്ല് ചെയ്ത് അവരുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന്
അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അത് CGFNSലേക്ക് അയക്കണമായിരുന്നു. അപ്പോൾ അത് ഒരുപാട് സമയം എടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും അതിന് മെനക്കെടണമെന്നില്ലായിരുന്നു. ഞാൻ എല്ലാവരെയും അല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ മോസ്റ്റ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് കാൻഡിഡേറ്റ്സ് പറയുന്നത് സെയിം അഭിപ്രായം തന്നെയാണ്. അത് ഈ പറയുന്ന പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്ത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അതിപ്പം എളുപ്പമായി. നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ വെച്ചാൽ മതി. നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് അപ്പോൾ തന്നെ CGFNS അത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി. എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ, അതായത് നമ്മുടെ ബാച്ചിലർ ഡിഗ്രി ആണോ, പോസ്റ്റ് ബേസിക് ഡിഗ്രി ആണോ, അല്ലെങ്കിൽ എൻട്രി ലെവൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഏതാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് നമ്മൾ അതിനകത്ത് എൻട്രി ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ എവിടെയാണോ പഠിച്ചത് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ CGFNSലോട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ ഫോം അതും ഇതുപോലെ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് നമ്മളിത് ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്യുമ്പോഴേക്കും അവിടെ നിന്ന് ഒരു എഡ്യൂക്കേഷണൽ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ആ എഡ്യൂക്കേഷണൽ ഫോം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫില്ല് ചെയ്ത് നമ്മുടെ ഫുൾ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ് അത് റീസെൻറ്റേറ്റഡ് ആൻഡ് സൈൻഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഫുൾ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റും നമ്മുടെ സിലബസും, അതാണ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സിലബസും ട്രാൻസ്ക്രിപ്റ്റും ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ ഫോമും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മുടെ പ്രിൻസിപ്പളായിരിക്കണം ഫില്ല് ചെയ്തിട്ട് അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അത് CGFNSലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നും, എങ്കിലും നാട്ടിലിപ്പോൾ ഒരുപാട് ഏജൻസികളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പം ഇതിലെന്തെങ്കിലും ഒരു കോൺടാക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സൈറ്റിന് താഴെ മെസ്സേജ് ചെയ്താൽ മതി, ഞാനൊരു കോൺടാക്റ്റ് നമ്പേഴ്സ് തരാം. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ലൈസൻസ് വാലിഡേഷനാണ്. ലൈസൻസ് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടുത്തെ എല്ലാം നഴ്സിംഗ് രജിസ്ട്രേഷൻസിൻ്റെ ഡീറ്റെയിൽസ് അതിൽ എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പം ഈവൻ നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്തവർക്കാണെങ്കിലും നമ്മുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻസ് എല്ലാം ചിലപ്പം എക്സ്പയർ ആയി കാണും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ ഡീറ്റെയിൽസ് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ അവിടെ വർക്ക് ചെയ്ത സമയത്ത് അത് വാലിഡ് ആണോ എന്ന് മാത്രമാണ് CGFNS നോക്കുകയുള്ളൂ. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഏതെങ്കിലും ഒരു രജിസ്ട്രേഷനെങ്കിലും വാലിഡ് ആയിരിക്കണം. പിന്നെ UK വർക്ക് ചെയ്യുമ്പം എസ്പെഷ്യലി നമ്മുടെ ഇവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വാലിഡ് ആയിരിക്കണം. പിന്നെ അടുത്തത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് OET, IELTS നമ്മൾ ഏത് എക്സാം ആണോ എഴുതിയത് അതിൻ്റെ ആക്സെപ്റ്റബിൾ സ്കോർ എന്തായിരുന്നോ അത് CGFNS ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫർദർ സ്കോറിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ആൻമാക്കിലോട്ടൊക്കെ എത്തുമ്പോഴാണ്. അത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണെങ്കിലും പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് കിട്ടിയ സ്കോറ് നമ്മളിവിടെ വർക്ക് ചെയ്യാനായിട്ട് ഏത് സ്കോറാണോ കിട്ടിയത് ആ സ്കോറ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ OETയുടെ സൈറ്റാണെങ്കിലും IELTSൻ്റെ സൈറ്റിലാണെങ്കിലും അതിനകത്ത് മാനേജർ വെരിഫിക്കേഷൻ ആക്സസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഓപ്പൺ ആക്കി വെക്കുക. അതായത് CGFNSനും ആൻമാക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഇതിനെല്ലാം ഇപ്പോഴേ തന്നെ അതിന് ആക്സസ് ഓപ്പൺ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് ഇതിന് പുറകെ നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർ ക്വയറി ചെയ്യുമ്പോഴേക്കും അവർക്ക് അതിൻ്റെ റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഫീസ് $300 നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോഴേക്കും CGFNS ഒരു 30 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. ഈ 30 വർക്കിംഗ് ഡേയ്സിൽ CGFNS നമ്മുടെ പേപ്പേഴ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് അവർ നമുക്കൊരു റിപ്പോർട്ട് അയക്കും. ഈ റിപ്പോർട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ CGFNSന് തിരിച്ച് അയച്ചു കൊടുക്കണം. ഇത് തിരിച്ച് അയച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും പിന്നെയുള്ള കാര്യങ്ങൾ നമ്മളെ ന്യൂസിലാൻഡ് ആയിരിക്കും എന്ന് വെച്ചാൽ CGFNS അതിൻ്റെ റിപ്പോർട്ട് ന്യൂസിലാൻഡ് കൗൺസിലോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ ഇത് വൺസ് അപ്രൂവ്ഡ് ആയി കഴിയുമ്പോഴേക്കും CGFNSൻ്റെ ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മളെ പിന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് ന്യൂസിലാൻഡ് കൗൺസിലായിരിക്കും. അതിനകത്തും നെക്സ്റ്റ് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകളെക്കുറിച്ച് നമുക്ക് പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് എമൗണ്ട് പേ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു എഡ്യൂക്കേഷണൽ ഫോമും
അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഫോമും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഫോമിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ പ്രസൻറ്റ് ലൈൻ മാനേജറിന് അത് ഫില്ല് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം അവരത് ചെയ്തു തരുമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്കത് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് സെൽഫ് ഡിക്ലറേഷൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ എഡ്യൂക്കേഷണൽ ഫോം എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രിൻസിപ്പലിനെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യിപ്പിച്ചിട്ട് അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം CGFNSൽ കിട്ടിയിട്ട് മാത്രമേ ഇവർ അസസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ വൺസ് CGFNSന് ഈ പറഞ്ഞ എല്ലാ പേപ്പേഴ്സും റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമുള്ള 30 വർക്കിംഗ് ഡേയ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.